ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന ഈ വിഷയം നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കണം. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും ഒരുപാട് നന്മ ഈ ലോകത്തുണ്ടാകും. നമ്മൾ ചിന്തിക്കുന്ന വിഷയം മാതാപിതാക്കളോട് ഒരിക്കലും അരുത്. ഒരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ 10 കാര്യങ്ങൾ ഒരു കാരണവശാലും മാതാപിതാക്കളോട് ചെയ്യരുത്. വചനം അത്ര പ്രാധാന്യം കൽപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, ദൈവാനുഗ്രഹം കഴിഞ്ഞാൽ അടുത്ത അനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. ഇനി അത് കിട്ടാനുള്ള വഴികൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരു ഭർത്താവിൻ്റെ ദുരവസ്ഥ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ഭാര്യയും മക്കളും എന്നെ ഒറ്റപ്പെടുത്തി. അവരൊരു കെട്ട് ഒറ്റക്കെട്ട്, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥ. ഇനി പറഞ്ഞൊരു കാര്യം, ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു. ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മയോട് ഒരു കാരണവശാലും പറയരുതാത്ത ഒരു പദപ്രയോഗം ഞാൻ നടത്തി. നിങ്ങളെപ്പോലെ വൃത്തികെട്ട മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാകണമെന്നില്ല. അപ്പം അവന് തന്നെ തിരിഞ്ഞു നോക്കിയപ്പം അവന് പിടികിട്ടി, പക്ഷേ ഇന്ന് അവന് പുല്ലുവില. അവൻ്റെ ഭാര്യയോ മക്കളോ അവനെ മാനിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അവൻ്റെ കൂടെ നിൽക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥ ഇതെൻ്റെ അമ്മയുടെ ശാപം മൂലം വന്നതായിരിക്കാം എന്നുള്ള ആ തിരിച്ചറിവ് അവനുണ്ടായി. നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? അവൻ്റെ അടിത്തറ കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരില്ലേ? ഈ ഒരവസ്ഥയിൽ കഴിയുന്ന ആ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണമായിട്ട് അവൻ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടെത്തിയ ഒരു കാര്യമാണ് അമ്മയുടെ ശാപം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്ത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് വെച്ചുകൊണ്ട് നമുക്ക് നേരെ ആ ഒരു 10 കാര്യങ്ങളിലേക്ക്, മാതാപിതാക്കളോട് ഈ 10 കാര്യങ്ങൾ ഒരു കാരണവശാലും ഇതിലൊന്നു പോലും ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കളോട് ഒരിക്കൽ പോലും മക്കൾ പറയരുത്, നീ എന്താ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ചിലർ പോയി ഇന്ന് അതുപോലെ പറയുന്നുണ്ട്, വാട്ട് ഡിഡ് യു മേക്ക്, നീ എന്താ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഹാപ്പിയല്ല. വേണേ അവരുടെ ശരീരത്തിൻ്റെ ഷേപ്പായിരിക്കാം, സാമ്പത്തിക മേഖലയായിരിക്കാം, കുടുംബത്തിൻ്റെ അന്തരീക്ഷമായിരിക്കാം. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്തിന് ഇങ്ങനെ ഒരു സൃഷ്ടികർമ്മം നടത്തി അങ്ങനെ ചോദിക്കുന്ന വ്യക്തികളുണ്ട് കേട്ടോ. ഒരു വചനഭാഗം എടുത്താൽ ഏശയ്യാ 45 9-ാമത്തെ വചനം, ഏശയ്യാ 45:9, ഒരു കാരണവശാലും നിനക്ക് ജന്മം തന്ന മാതാപിതാക്കളോട് ഈ ഒരു കാര്യം നീ ചോദിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. പ്രഭാഷകൻ 33:13-ാമത്തെ വചനം എടുത്താൽ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ്. ആ കുശവൻ്റെ തീരുമാനം ഏത് ഷേപ്പ് കൊടുക്കണം എന്നുള്ളത്. ഇത് അംഗീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാതാപിതാക്കളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ എങ്ങാനും ചോദിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കളുടെ നഗ്നത ദർശിക്കാൻ ഒരിക്കൽ പോലും പരിശ്രമിക്കരുത്. അത് ലജ്ജാകരമായൊരു കാര്യമാണ്. ഒരു സംഭവം പറഞ്ഞു കേട്ടതാണ്, ഒരുത്തൻ മാതാപിതാക്കളുടെ ബെഡ്റൂം സീൻ പിടിച്ചിട്ട് മറ്റുള്ളവരെയും കൊണ്ട് കാണിച്ചു. എന്തൊരു പരിതാപകരമായൊരവസ്ഥ, ലജ്ജാകരമായ ഒരവസ്ഥ. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു സംഭവം. ഉൽപ്പത്തി 9:18 മുതൽ വായിക്കുമ്പോൾ, നോഹയുടെ മക്കൾ 3 പേരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ മക്കൾ സേം, ഹാം, യാഫത്ത്, 3 മക്കൾ. ഇനി ഒരിക്കൽ ഈ നോഹ അവൻ നഗ്നനായി കിടക്കുന്ന ഒരു രംഗം ഈ അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഹാം അത് കണ്ടു. എന്നിട്ട് അവൻ ചെയ്തത് ബാക്കി 2 പേരെയും കൂടെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. ഇനി പിന്നീട് നമ്മൾ കാണുകയാണ്, ഹാം എന്ന് പറയുന്ന മകൻ അവൻ ശപിക്കപ്പെട്ടവനായി മാറുന്നത്. അപ്പൻ്റെ നഗ്നത ദർശിക്കുകയും അത് മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്തത്. ഇത് വളരെ ലജ്ജാകരമായൊരു കാര്യമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 5-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ലജ്ജാകരമായ കാര്യമല്ലേ? നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുടെ കൂടെ അവിഹിത ബന്ധത്തിൽ കഴിയുന്നു. അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ അവരുടെ നഗ്നത കാണാതിരിക്കുമോ? സ്വന്തം പിതാവിൻ്റെ ഭാര്യയോടൊപ്പം അവിഹിത ബന്ധത്തിൽ കഴിയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലജ്ജാകരമെന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് വാക്കുകൊണ്ടാണേലും പെരുമാറ്റം കൊണ്ടാണേലും അവരെ തിരസ്കരിക്കുന്നതിലൂടെ ആണേലും ഒക്കെ വേദന ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. തോബിത്ത് 4-ാം അധ്യായം 3-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നൊന്ത പറ്റിയ അമ്മയെ വേദനിപ്പിക്കരുത്, മാതാവിനെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രമിച്ച് സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മനസ്സിൻ്റെ നൊമ്പരം അങ്ങ് പോകുന്നില്ല. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, പോകുന്നില്ല. ചോദിച്ചപ്പം കാരണം പറഞ്ഞത്, സ്വന്തം മകള് അമ്മയെ വിളിച്ചതാണ് എടി പട്ടിച്ചീന്ന്. അവരെ മുറിപ്പെടുത്താതിരിക്കോ, വേദനിപ്പിക്കാതിരിക്കോ? അവൾക്ക് ജന്മം കൊടുത്ത് അവളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വളർത്തിയതാണ്, എന്നിട്ട് പ്രതിഫലമായിട്ട് അവർക്ക് തിരിച്ചു കിട്ടിയതാണ് ഇങ്ങനെ ഒരു വിളി. ഇതൊക്കെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കാവുന്ന കാര്യമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 4-ാമത്തെ കാര്യം, മാതാപിതാക്കളെ ഒരിക്കലും ശപിക്കരുത്. നിങ്ങൾ മുടിഞ്ഞു പോകും. അല്ലേ
നിങ്ങൾ എങ്ങനെയെങ്കിലും നശിക്കട്ടെ, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ നാശം വന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശപിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും അരുത്. സുഭാഷിതങ്ങൾ 30:11 വായിച്ചാൽ മാതാപിതാക്കളെ ശപിക്കുന്നവരുണ്ട് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ളവർക്ക് പറ്റാൻ പോകുന്നത് പ്രഭാഷകൻ 21:27 വായിച്ചാൽ മതി. ആ ശാപം അത് അവരുടെ തന്നെ തലയിൽ വന്ന് വീഴും വിനയായിട്ട്. അത് വരാതിരിക്കാൻ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള ശാപവാക്കുകൾ ഉപയോഗിക്കരുതെന്ന്. 5-ാമത്തേതാണ് നിന്ദനം, പരിഹാസം. കർത്താവിനെ പോലെ ഒരുപാട് പരിഹസിച്ച രംഗം മത്തായി 27:27 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. അപ്പം പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ഒരു കാരണവശാലും മാതാപിതാക്കളെ പരിഹസിക്കരുത്, നിന്ദിക്കരുത്. സുഭാഷിതങ്ങൾ 23:22 വായിച്ചാൽ അമ്മയെ നിന്ദിക്കരുത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക. അമ്മയെ നിന്ദിക്കരുത്. പ്രഭാഷകൻ 7:27-28 വചനങ്ങൾ വായിച്ചാലോ മാതാപിതാക്കളാണ് നിനക്ക് ജന്മം തന്നതെന്ന് ഓർക്കുക. അവരുടെ ഈ ദാനത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ പറ്റും? പ്രതിഫലം നൽകുന്നില്ലെന്ന് മാത്രമല്ല, ഒരുപാട് വേദന, നിന്ദനം നൽകിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഒരിക്കലും അത് ശരിയല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 30:17 അങ്ങനെ മാതാപിതാക്കളെ പരിഹസിച്ചാൽ പരിഹസിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ കാര്യമാണ് അനാദരവ്. നമ്മൾ മാതാപിതാക്കളെ ആദരിക്കേണ്ടവരാണ്. തോബിത്ത് 4:3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനു പകരം അനാദരവ് കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. 7-ാമത്തെ കാര്യം അവരോട് അപജ്ഞ അരുത്. ചിലരുടെ നോട്ടത്തിലായിരിക്കാം, സംസാരത്തിലായിരിക്കാം മാതാപിതാക്കളോട് അപജ്ഞ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കാണാറുള്ളതാണ്. വേണമെങ്കിൽ ഒരു ചൂല് പെരയുടെ മൂലയിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത്. ആ കുടുംബത്ത് മാതാപിതാക്കളോ അങ്ങനെ ആരെങ്കിലൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ തള്ളപ്പെട്ട അവസ്ഥയിലുണ്ട് എന്നുള്ളതായിരിക്കാം അതിൻ്റെ സൂചന. ചിലർ മുഖത്ത് നോക്കി മാതാപിതാക്കളോട് പറയാറുണ്ട്, ഐ ഹേറ്റ് യു, നിങ്ങൾ എൻ്റെ മാതാപിതാക്കളാണ് എന്ന് പറയാൻ എനിക്ക് അറപ്പാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അരുത് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. 8-ാമത്തെ കാര്യമാണ് മാതാപിതാക്കളോട് ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് ബാക്കി മക്കളായിരുന്നു പ്രധാനപ്പെട്ടത്, അങ്ങനെ ഒരു സംസാരം നടത്തരുത്. ശരിക്കുള്ള മാതാപിതാക്കൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തെങ്കിൽ അവരതുപോലെ മുറിവേറ്റവരോ വളരാത്തവരോ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം. അത് എടുക്കേണ്ട പോലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉൽപ്പത്തി 50:20 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ദ്രോഹിച്ചെങ്കിലും ദൈവം അതെനിക്ക് അനുഗ്രഹമാക്കി മാറ്റി. 9-ാമത്തെ കാര്യം ഒരിക്കലും മാതാപിതാക്കളെ പ്രാകരുത്. സുഭാഷിതങ്ങൾ 20:20 വചനം എടുത്താൽ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. മാതാപിതാക്കളെ പ്രാകിയാൽ നമുക്കുണ്ടാകാവുന്ന അവസ്ഥ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ 10-ാമത്തെ കാര്യം മാതാപിതാക്കളെ ധിക്കരിക്കരുത്, അനുസരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യസ് 6:1 മാതാപിതാക്കളെ അനുസരിക്കുക, പകരം ധിക്കരിക്കുകയാണെങ്കിൽ 1 പത്രോസ് 2:8 പറയുന്നുണ്ട്, വചനം ധിക്കരിച്ചാൽ നീ കാലിടറി വീഴും. ഇത് തന്നെ മാതാപിതാക്കളെ ധിക്കരിച്ചാലും സംഭവിക്കാം. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ തീരുമാനമെടുത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.